ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വചനത്തിലെ ഒരു പ്രധാനപ്പെട്ട സത്യം, ഒരു പ്രധാനപ്പെട്ട നിയമം പഠിക്കുകയായിരുന്നല്ലോ. ഗലാത്യ ലേഖനത്തിൽ പറയുന്ന പോലെ വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. നാം കണ്ടു, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ആദ്യത്തേതായിട്ട് കണ്ടു, മനുഷ്യൻ കൊയ്യുവാൻ വേണ്ടിയാണ് വിതയ്ക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നുള്ള ആ പ്രമാണമനുസരിച്ച് രണ്ട് തരത്തിലുള്ള വിത്തുകളുണ്ടെന്ന് കണ്ടു. ഒന്ന് ജഡത്തിൻ്റെ വിത്ത്. ജഡത്തിൻ്റെ വിത്തിനെക്കുറിച്ച് നമ്മൾ ജഡത്തിൻ്റെ വിത്ത് വിതച്ചവരെക്കുറിച്ചും അവർക്ക് സംഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും നാം വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ വളരെ വിസ്താരമായിട്ട് തന്നെ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചു. രണ്ടാമതായിട്ടുള്ളതാണ് ആത്മാവിൻ്റെ വിത്ത്. ആത്മാവിൻ്റെ വിത്ത് വിധിച്ച വ്യക്തിയാണ് യോസേപ്പ് എന്നുള്ളത് നാം കണ്ടു. എന്നാൽ യോസേപ്പിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ യോസേപ്പ് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ നന്മ, കരുണ, ക്ഷമ, ദീർഘക്ഷമ, ദയ, ഇങ്ങനെയുള്ള അനേക വിത്തുകൾ, നല്ല വാക്ക്, നന്മ ചെയ്യുക, ഇങ്ങനെ സൽപ്രവൃത്തി ചെയ്യുക, ഇങ്ങനെയുള്ള അനേക വിത്തുകൾ യോസേപ്പിൻ്റെ ജീവിതത്തിൽ അവൻ വിധിച്ചതായിട്ട് നാം കാണുന്നു. എന്നാൽ ഇങ്ങനെ വിധിച്ചിട്ട് അതിൽ നിന്ന് എന്ത് ഫലം അവന് ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. നമ്മൾ കണ്ടു, ജഡത്തിൻ്റെ വിത്ത് വിതച്ചവരെക്കുറിച്ച് കാണുമ്പോൾ അനേകർ നശിച്ചു പോയി. അവരുടെ കുടുംബത്തിന് അത് ശാപമായിട്ട് തീർന്നു. അവരും കുടുംബവും ശപിക്കപ്പെടുവാനും കർത്താവിൻ്റെ കോപം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ഇടയായി നമ്മൾ കണ്ടു. ജഡത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നവൻ നാശം കൊയ്യുമെന്ന് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ അനേകരെ കുറിച്ച് നമ്മൾ കണ്ടു, അവർ നാശം കൊയ്യുന്നതായിട്ട്. എന്നാൽ ആത്മാവിൻ്റെ വിത്ത് വിതച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലും നമ്മൾക്ക് നിത്യതയിലും അതിൻ്റെ ഫലമുണ്ടാകും. അങ്ങനെ യോസേപ്പിൻ്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും അവൻ ആത്മാവിൻ്റെ വിത്ത് വിധിച്ചുകൊണ്ട് നടന്നു. അതുകൊണ്ട് അവൻ എന്ത് ഗുണമുണ്ടായി എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് അവന് ആത്മാവിൻ്റെ വിത്ത് വിധിച്ചുകൊണ്ട് അവൻ നടന്നത് മുഖാന്തരമായിട്ട് അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും യോസേപ്പിനോട് കൂടെ ദൈവമുണ്ടായിരുന്നു. ആരാണ്? ത്രിയേക ദൈവം, സർവശക്തനായ ദൈവം എപ്പോഴും ഏത് സമയത്തും അവനോട് കൂടെ ഉണ്ടായിരുന്നു. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്നു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർന്നുകൊണ്ട് പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവും ദൈവവും നമ്മളിലുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ നാം ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നിരുന്നാലും പരിശുദ്ധാത്മാവും ദൈവം നമ്മളിൽ വസിക്കുന്നു എന്നുണ്ടെങ്കിലും ആ സമയത്ത് ദുഃഖത്തോടെയാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ആത്മാവിൻ്റെ പ്രവൃത്തികളായ ആത്മാവിൻ്റെ ഫലങ്ങൾ വിതയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുമ്പോൾ, അത് നമ്മൾ വിതയ്ക്കുമ്പോൾ നമ്മൾക്ക് പരിശുദ്ധാത്മാവും ദൈവം നമ്മൾ പ്രസാദിക്കുകയും നമ്മൾ സന്തോഷിക്കുകയും ചെയ്യുന്നതെന്നും കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരവസ്ഥ, അതാണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെയുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മുഴുവനായിട്ടുള്ള കൺട്രോളിൽ നാം ജീവിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. യോസേപ്പിനോടുള്ള ജീവിതത്തിൽ യോസേപ്പിനെക്കുറിച്ച് അവൻ അനേക പ്രശ്നങ്ങൾ കൂടെയൊക്കെ കടന്നുപോയി. പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ, അതുപോലെ തന്നെ പൊത്തിപ്പേറിൻ്റെ വീട്ടിലായിരുന്നപ്പോഴും 39 2 വാക്യത്തിൽ പറയുന്ന യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി. എന്നാൽ അതുപോലെ തന്നെ അവൻ കാരാഗൃഹത്തിൽ താമസിക്കുമ്പോഴും 39 23 വാക്യത്തിൽ യഹോവ അവനോട് കൂടിയിരുന്ന് അവൻ ചെയ്തൊക്കെയും സഫലമാക്കുകൊണ്ട് അവൻ്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണിക്ക് നോക്കേണ്ടി വന്നില്ല. കൃതാർത്ഥനായി ഇരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. നാശമല്ല, ജഡത്തിൻ്റെ വിത്ത് കൊയ്താൽ നാശം കൊയ്യുമെന്നുള്ളത് ഗലാത്യ ലേഖനത്തിൽ പറയുമ്പോൾ ഇവിടെ യഹോവ അവനോട് കൂടിയിരുന്ന് യോസേപ്പ് കൃതാർത്ഥനായിട്ട് തീർന്നു. അവൻ ചെയ്തൊക്കെയും സഫലമായിട്ട് തീരുവാനിടയായിട്ട് തീർന്നു. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവം കൂടെ ഇരുന്നു യോസേപ്പിനോട്. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന അവൻ്റെ ജ്യേഷ്ഠന്മാർ അവനോട് തെറ്റ് ചെയ്തു, അവനെ
വളരെ വളരെ ഉപദ്രവിച്ചു, അവനെ പൊട്ടക്കിണറ്റിലിട്ടു, അടിമയായിട്ട് വിറ്റു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് അവൻ തിരിച്ചൊന്നും ചെയ്യാത്ത മുഖാന്തരമായിട്ട് അവൻ്റെ ജ്യേഷ്ഠന്മാർക്ക് മാനസാന്തരം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ്റെ ജ്യേഷ്ഠന്മാർ അവരുടെ തെറ്റുകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അത് മാനസാന്തരപ്പെടുവാനും ഇടയായിട്ട് തീർന്നു. അത് നമുക്ക് ഉൽപ്പത്തി 42:24 മുതൽ നമുക്കുള്ള വാക്യങ്ങളാണ് അവിടെ പറയുന്നത്. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു എന്നവർ തമ്മിൽ പറഞ്ഞു. അതിന് രൂപേൻ, ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എന്നിട്ടും നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ ഇത് അവൻ്റെ രക്തം നമ്മോട് ചോദിക്കുന്നു എന്ന് അവനോട് പറഞ്ഞു. ഇത് നമുക്കറിയാം. അവരുടെ പ്രശ്നങ്ങളിൽ അവരുടെ ഒരു ജ്യേഷ്ഠനെ പിടിച്ചു, അല്ലെങ്കിൽ അവൻ കള്ളനാണെന്ന് പറഞ്ഞപ്പോൾ ആ ബ്രദറിനെ വിടുവല്ല ചെയ്തത്. അവർക്കൊന്നിച്ച് ദുഃഖമുണ്ടായി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബെന്യാമിനോടുള്ള ബന്ധത്തിൽ ബെന്യാമിൻ്റെ ചരക്കിൻ്റെ ഇതിൽ പാനപാത്രം കാണുകയും അവനെ പിടിക്കുകയും ചെയ്തപ്പോൾ പണ്ടായിരുന്നെങ്കിൽ അവരെ വിട്ടിട്ട് സന്തോഷത്തോടുകൂടെ സാധനവും ധാന്യവും നിറച്ച് അവർ വീട്ടിലേക്ക് പോയേനെ. എന്നാൽ ഇന്ന് അവർ മാനസാന്തരപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ തെറ്റ് മനസ്സിലാക്കിയ സഹോദരന്മാർ ആയതുകൊണ്ട് അവിടെ നമുക്ക് കാണാം 44-ാം വാക്യത്തിൽ കാണുന്നത്, എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ഇതാ ഞങ്ങളുടെ അടിമകൾ, ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടുവോ അവനും തന്നെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയുകയാണ്, ഞങ്ങളോട് കോപം ജ്വലിക്കരുത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ അവൻ്റെ അപ്പനെക്കുറിച്ച് പറയുകയാണ്, നിങ്ങൾ ഇവനെയും കൊണ്ടുപോയിട്ട് അവന് വല്ല ആപത്തും വന്നാൽ നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അടിയനായ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കുകൊണ്ട് ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും. അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയനായ അപ്പൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും. അടിയൻ അപ്പനോട്, അവനെ നിൻ്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പന് കുറ്റക്കാരനായിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പനോട് ബാലന് വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു. ആകയാൽ ബാലന് പകരം അടിയൻ അടിമയായിരിക്കാനും ബാലൻ സഹോദരന്മാരോടുകൂടെ പോയിക്കൊള്ളുവാനും അനുവദിക്കണമേ. ബാലൻ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ അപ്പൻ്റെ അടുക്കൽ പോകും? പൂർണ്ണമായിട്ടുള്ള ധൈര്യവും മാനസാന്തരവും ഉണ്ടായ ജ്യേഷ്ഠന്മാരെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതായിരുന്നു യോസേപ്പ് ആഗ്രഹിച്ചതും. അവർ എങ്ങനെയാണ് അതിനുവേണ്ടിയാണ് ടെസ്റ്റ് ചെയ്തത്. ഇവരുടെ സ്ഥിതി ഇപ്പോഴും പണ്ടത്തെ പോലെ ആയിരുന്നോ? ഈ അനിയനെ കൊണ്ടുപോയി ഒരു അനിയനെ എന്നെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിട്ടതുപോലെ ബെന്യാമിനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിലിടുവാൻ അല്ലെങ്കിൽ തള്ളിക്കളയുന്ന അവസ്ഥയാണോ എന്നുള്ളത് യോസേപ്പ് ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റിൽ സഹോദരന്മാർ ജയിച്ചു. അവർ മാനസാന്തരപ്പെടുന്നവരായിട്ട് തീർന്നെന്ന് കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് യോസേപ്പിൻ്റെ ഈ സ്വഭാവത്തിൻ്റെ കാരണം കൊണ്ട് അവൻ മിസ്രയീം ദേശത്തിൻ്റെ രണ്ടാമനായിട്ട് വാഴുന്നു. അവൻ ഈ 12 പേരിൽ ഒരാളായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും മിസ്രയീമിൻ്റെ അധിപതിയായിട്ട് രണ്ടാമനായിട്ട് വാഴുവാനായിട്ട് ഒരിക്കലും സാധിക്കില്ലായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ കഷ്ടതകൾ കൂടെ പോയപ്പോൾ നന്മ വിതച്ച് സത്യത്തിന് വേണ്ടി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ദ്രിയജയം വിതച്ചതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ ഇന്ന് രണ്ടാമനായിട്ട് വാഴുന്നു. അത് നമുക്ക് 41-ാം അധ്യായത്തിൻ്റെ 38 മുതലുള്ള വാക്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അവിടെ പിന്നെ ഫറവോൻ യോസേപ്പിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവുമുള്ള ഒരുത്തനുമില്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലാധികാരിയാകും. നിൻ്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെ ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേപ്പിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോദ്രം ഊരി യോസേപ്പിൻ്റെ കൈക്കിട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച് ഒരു സ്വർണ്ണ ശരപ്പളിയും അവൻ്റെ കഴുത്തിൽ ഇട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെ മേലധികാരിയാക്കി. പിന്നെ
ഫറവോൻ യോസേപ്പിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രൈം ദേശത്തെങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. ഇത്രമാത്രം ഉയർത്തുവാനായിട്ട് യോസേപ്പിനെ ദൈവം യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അത് സാധിച്ചെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം യോസേപ്പ് തൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ വിത്ത് മാത്രം വിതച്ചുകൊണ്ട് ജീവിച്ചു. ഓരോ ജീവിതത്തിലുള്ള സാഹചര്യങ്ങൾ വന്നപ്പോഴും അവൻ ആത്മാവിൻ്റെ വിത്ത് വിതച്ചു. അതുകൊണ്ട് ഇന്നവൻ ഈ ഫറവോൻ പോലും സാക്ഷ്യം പറയത്തക്ക വിധം അവൻ ഉന്നതനായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തു നിന്നും നമുക്ക് വേറൊരു കാര്യവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നാലാമതായിട്ട് നമുക്ക് കാണാവുന്ന ഇവിടെ യോസേപ്പിൻ്റെ ദൈവവും മഹത്വപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ദൈവനാമം യോസേപ്പിൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവം മഹത്വപ്പെടുവാൻ, യോസേപ്പിൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവം മഹത്വപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. അവിടെ ഈ 41 പറയുന്നത് ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട് പറയാണ്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തിനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിന് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഈ സ്വപ്നങ്ങൾ അതിൻ്റെ അർത്ഥം പറവാൻ ഫറവോന് മനസ്സിലായി. അത് യോസേപ്പിന് മാത്രമേ, ദൈവം യോസേപ്പിൽ ഉണ്ടായതുകൊണ്ട് യോസേപ്പിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യോസേപ്പും പറയുന്നുണ്ട്, ഫറവോന് സ്വപ്നം 2 കൊണ്ട് ഉണ്ടായതോ കാര്യം ദൈവത്തിൻ്റെ മുമ്പാകെ സ്ഥിരമായിരിക്കൊണ്ട് ദൈവം അതിനെ വേഗത്തിൽ വരുത്തുവാനിരിക്കൊണ്ടും ആകുന്നു. അങ്ങനെ യോസേപ്പ് വിതച്ചു നല്ല വിത്തുകൾ. അതുകൊണ്ട് യോസേപ്പിൻ്റെ ജീവിതത്തിൽ കൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയായിട്ട് തീർന്നു. പ്രിയ സഹോദരിമാരെ, നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ അറിഞ്ഞും അറിയാതെയും ജഡത്തിൻ്റെ വിത്തുകൾ വിതച്ചു പോയിട്ടുണ്ട്. കർത്താവിനെ നമ്മൾ മാനസാന്തരപ്പെടുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. മാത്രമല്ല, ജഡത്തിൻ്റെ വിത്ത് വിതയ്ക്കാതെ ആത്മാവിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ആരാണ് നമ്മുടെ ജീവിതം കൊണ്ട് ആര് പെട്ടു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ അത് ദൈവമായിരുന്നോ അതോ നാം തന്നെയായിരുന്നോ നാം നമ്മുടെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മെ തന്നെ ഏതോ വലിയതാണ് എന്നുള്ളത് കാണിക്കുവാനാണോ അതോ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നിരപ്പ് പ്രാപിക്കാം. നമ്മുടെ കർത്താവ് സ്നേഹവാനാണ്, കർത്താവ് മനസ്സലിവുള്ളവനാണ്. അതുകൊണ്ടാണ് കർത്താവ് 1 യോഹന്നാനിൽ പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അവിടെ അതുകൊണ്ട് നിർത്തിയില്ല കർത്താവ്. അത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളെ 1 യോഹന്നാൻ 2 എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടെ ഇതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. അപ്പോൾ ഇവിടെ നാം കാണുന്നത്, നമ്മുടെ ജീവിതത്തിൽ തെറ്റ് പറ്റുപോയിട്ടുണ്ടെങ്കിൽ നാം വിതച്ചത് ജഡത്തിൻ്റെ വിത്തുകളായിട്ടുണ്ട്. അത് നമുക്കറിയാം. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ജഡത്തിൻ്റെ വിത്തുകളാണ് വിതച്ചെങ്കിൽ നമ്മൾക്ക് മാനസാന്തരപ്പെട്ട് നമ്മുടെ കർത്താവിനോട്, കർത്താവെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്തി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. 5-ാമതായിട്ട് ഇവിടെ യോസേപ്പിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കാണുന്നത്, യോസേപ്പിൻ്റെ അസ്ഥികളെ മാത്രം മിസ്രൈമിലല്ല, അത് തിരിച്ച് മറ്റുള്ളവരെല്ലാവരും അവിടെ അടക്കപ്പെട്ടു. അവരുടെ അസ്ഥികളെല്ലാം അവിടെ തന്നെ അവർ അവശേഷിച്ചു. എന്നാൽ യോസേപ്പിൻ്റെ അസ്ഥികൾ മാത്രം തിരിച്ച് യെരുശലേമിൽ അവൻ്റെ അപ്പൻ്റെ കല്ലറയിലേക്ക് അടക്കപ്പെടുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. അവിടെ നമുക്ക് യോസേപ്പ് മരിക്കുന്നതിന് മുമ്പായിട്ട് തൻ്റെ സഹോദരന്മാരോടും പ്രിയപ്പെട്ടവരോടും പറയുന്നത്, അതിൻ്റെ 50-ാം വാക്യത്തിൽ, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യോസേപ്പ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസേപ്പ് 130 വയസ്സുള്ളവനായിട്ട് മരിച്ചു. അവൻ്റെ ജീവിതത്തിൽ അവനൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. അവൻ്റെ നാട്ടിലേക്ക് തൻ്റെ ജനം പോകും എന്നുള്ള പ്രത്യാശ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിശ്വാസവും ആ പ്രത്യാശയും അതാണ് അവൻ്റെ അതുകൊണ്ടാണ് അവൻ
അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പുറപ്പാട് 13:19 വാക്യത്തിൽ നാം കാണുന്നത്, മോശ യോസേപ്പിൻ്റെ അസ്ഥികളെയും എടുത്തുകൊണ്ടു പോന്നു. ദൈവം നിങ്ങളെ സന്ദർശിക്കും നിശ്ചയം. അപ്പോൾ എൻ്റെ അസ്ഥികൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അവൻ ഇസ്രായേൽ മക്കളെ കൊണ്ട് ഉറപ്പായി സത്യം ചെയ്യിച്ചിരുന്നു. അതുകൊണ്ട് നമുക്ക് പുറപ്പാട് പുസ്തകം, മോശയും ജനവും അവിടെ നിന്ന് പോന്നപ്പോൾ അവർ യോസേപ്പിൻ്റെ അസ്ഥികളെയും കൊണ്ടുവന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ യോശുവയുടെ പുസ്തകത്തിൽ നാം കാണുന്നത് 24 അധ്യായത്തിൻ്റെ 32 വാക്യത്തിൽ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോകുന്ന യോസേപ്പിൻ്റെ അസ്ഥികളെ അവർ ഷേഹേമിൽ, യാക്കോബ് ഷേഹേമിൻ്റെ അപ്പനായ ഹാമാറിൻ്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയ നിലത്ത് അടക്കം ചെയ്തു. അത് യോസേപ്പിൻ്റെ മക്കൾക്ക് അവകാശമായിട്ട് തീർന്നു. അതെ, യോസേപ്പിൻ്റെ അസ്ഥികളെ മാത്രമാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത്. അതുമാത്രം അടക്കം ചെയ്യുവാനായിട്ട് അപ്പൻ്റെ കല്ലറയിൽ തന്നെ അടക്കം ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ യോസേപ്പിൻ്റെ ജീവിതം, അവൻ ആത്മാവിൻ്റെ വിത്ത് വിതച്ചെങ്കിൽ അവൻ ആത്മാവിൻ്റെ വിത്ത് വിതയ്ക്കുന്നവർ നിത്യജീവനെ കൊയ്യും എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ കൊയ്യും എന്നുള്ളതാണ്. മറ്റേ ജഡത്തിൻ്റെ വിത്ത് വിതച്ചവർ നാശം കൊയ്യുമ്പോൾ ആത്മാവിൻ്റെ വിത്ത് വിതച്ചവർ നിത്യജീവനെ കൊയ്യും. അങ്ങനെ യോസേപ്പിൻ്റെ ജീവിതത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം അവൻ്റെ ജീവിത മുഖാന്തരം മഹത്വപ്പെടുവാനും ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ആത്മാവിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.